ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ എന്നിവർ തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇറാൻ അടുത്തിടെ ഇപ്പോൾ വേറൊരു മുന്നറിയിപ്പ് കൂടെ നൽകിയിരിക്കുകയാണ്. അതായത് ചെങ്കടലിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകൾ വിച്ഛേദിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് സംഭവിച്ചാൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെടും. ഇത് ലോകം മുഴുവൻ കാര്യമായ തടസ്സങ്ങളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. ഓൺലൈൻ പേയ്മെന്റുകൾ നടത്തുന്നത് മുതൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് വരെ ഇത് തടസ്സപ്പെടുത്തിയേക്കാം. ചുരുക്കത്തിൽ ഈ ഒരു സംഘർഷം പശ്ചിമേഷ്യയിലുടനീളം സംഘർഷങ്ങൾക്ക് ഒരു കാരണമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ തന്നെ ഡിജിറ്റൽ ഭാവിക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളായ സബ്സി ഡേറ്റ കേബിളുകൾ ഇപ്പോൾ ഈ സംഘർഷം മൂലം ആസന്നമായ ഒരു ഭീഷണിയിലാണ്. ഇറാൻ ഇപ്പോൾ ഇവ മുറിച്ചു മാറ്റുമെന്ന് വ്യക്തമായി ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നിർണായകമായ കണ്ണികളായി ഈ ഡേറ്റ കേബിളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഭീഷണിയെ കുറിച്ച് കേന്ദ്ര സർക്കാർ ടെലികോം കമ്പനികൾക്കും കേബിൾ ഓപ്പറേറ്റർമാർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ടും ചെയ്തു കഴിഞ്ഞു. സാധ്യതയുള്ള അപകട സാധ്യതകൾ വിശകലനം ചെയ്യാനും ബദൽ റൂട്ടുകൾ വിന്യാസത്തിന് തയ്യാറാണെന്ന് ഉറപ്പാക്കാനും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഇപ്പോൾ ഈ കമ്പനികൾക്ക് നിർദ്ദേശവും നൽകി. ഇന്ത്യയുടെ ഡേറ്റ ട്രാഫിക്കിന്റെ ഏകദേശം 1/3 ഭാഗവും, പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്പുമായുള്ള ഡേറ്റ ട്രാഫിക്കിന്റെ കൈമാറ്റം ചെയ്യപ്പെടുന്ന 1/3 ഭാഗവും ഹോർമൂസ് കടലിടുക്ക് വഴിയും ചെങ്കടൽ വഴിയുമാണ് സഞ്ചരിക്കുന്നത്. ഈ സമുദ്രപാതകളിലെ കേബിളുകൾക്ക് കേടുപാടുകൾ വരുത്തും എന്നാണ് ഇറാൻ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഈ കേബിളുകൾ വിച്ഛേദിക്കപ്പെട്ടാൽ സാമ്പത്തിക ഇടപാടുകൾ, ഇ കൊമേഴ്സ്, സോഷ്യൽ മീഡിയ, IT വ്യവസായം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലുടനീളമുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കും. അതെ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഇടനാഴികളായ പേർഷ്യൻ ഗൾഫിലും ചെങ്കടലിലുമുള്ള നിർണായകമായ സബ്സി കേബിൾ റൂട്ടുകൾക്ക് ഇറാൻ സംഘർഷം ഭീഷണിയാകുന്നതിനാൽ ഇന്റർനെറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ നേരിടാൻ ഇപ്പോൾ ഇന്ത്യയും തയ്യാറെടുത്തു തുടങ്ങിയിരിക്കുകയാണ്. ആഗോള അന്താരാഷ്ട്ര ഡേറ്റയുടെ ഏകദേശം 95% കടലിനടിയിലൂടെയുള്ള കേബിളുകൾ വഴിയാണ് ഒഴുകുന്നത്. ഇന്ത്യയിൽ നിലവിൽ മുംബൈ, ചെന്നൈ, കൊച്ചി, തൂത്തുക്കുടി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ 14 ലാൻഡിംഗ് സ്റ്റേഷനുകളിലായി 17 തരം ഇത്തരത്തിലുള്ള കേബിളുകളുണ്ട്. ചെങ്കടലും ഹോർമൂസ് കടലിടുക്കുമെല്ലാം ഇപ്പോഴും പ്രധാനപ്പെട്ട അപകട സാധ്യതാ മേഖലകൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം ചെങ്കടലിലുണ്ടായ കേബിളുകളുടെ കേടുപാടുകൾ നന്നാക്കാൻ പോലും മാസങ്ങൾ എടുത്തു. ഇത് ഈ റൂട്ടുകളുടെ ദുർബലത എടുത്തു കാണിക്കുകയാണ്. ഒന്നിലധികം ആഗോള കേബിളുകൾ ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഏതൊരു തടസ്സവും ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിനും യൂറോപ്പിനും ഇടയിലുള്ള ഗതാഗതത്തെയും ബാധിക്കും. പേർഷ്യൻ ഗൾഫിലേക്കുള്ള പ്രവേശന കവാടമായ ഹോർമൂസ് കടലിടുക്ക് ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന 2000 കിലോമീറ്റർ അകലെയുള്ള ബാബ് എൽ മന്ദേബ് തുടങ്ങിയ ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഈ കേബിളുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇറാന് ചുറ്റുമുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ കണക്ടിവിറ്റി പരിമിതികൾ ഉയർന്നു വന്നാൽ ഇന്ത്യയുടെ അതിവേഗം വളരുന്ന ഡേറ്റാ സെന്റർ ആവാസ വ്യവസ്ഥ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഡേറ്റാ സെന്റർ ആവാസ വ്യവസ്ഥയിൽ ആഗോള ടെക് കമ്പനികൾ വൻതോതിൽ നിക്ഷേപം നടത്തുന്നതിനാൽ തന്നെ സമുദ്രാന്തര കേബിൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടാകുന്ന അപകട സാധ്യതകൾ പ്രകടനത്തെയും ദീർഘകാല നിക്ഷേപത്തെയും ബാധിക്കുമെന്നും പറയുന്നു. എന്തായാലും യുദ്ധം ഇപ്പോൾ പുതിയ കേബിൾ വിന്യാസങ്ങൾ നിർത്തിവെക്കുമെന്നും അറ്റകുറ്റപ്പണികൾ തടസ്സപ്പെടുത്തുമെന്നും ഇന്ത്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഡിജിറ്റൽ ഇടനാഴികൾ കൂടുതൽ അപകടത്തിലാക്കുമെന്നും ആശങ്കകൾ വർദ്ധിച്ചുവെന്ന സാഹചര്യത്തിൽ ടെലികോം സബ്സി കേബിൾ ഓപ്പറേറ്റർമാരുടെ അടിയന്തര പദ്ധതികൾ തയ്യാറാക്കാൻ ടെലികോം വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.